കണ്ടെത്താൻ വേണ്ടിയാണ് ഇനി ആരെങ്കിലും ജീവൻ അവശേഷിപ്പുള്ളവർ രക്ഷാകരം തേടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഫിജി ഇപ്പോൾ ഈ നമ്മുടെ സൈന്യം ഇവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിന്റെ തീർച്ചയായും റിയാസ്, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. നമുക്ക് പൊതുവായ ചില അറിയിപ്പുകൾ നൽകിയ ശേഷം തീർച്ചയായും റിയാസ് പറഞ്ഞതുപോലെ എല്ലാവരും കരുതി, ഒരുപക്ഷെ ചിലരെങ്കിലും കരുതി കാണും രാത്രിയാകുന്നു, ഈ രക്ഷാദൗത്യം ഇന്നത്തേക്കിന് അവസാനിപ്പിക്കുമോ നിർത്തിവെക്കുമോ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. സൈന്യം മുന്നോട്ട് തന്നെ ഇരുട്ടിനെ, കനത്ത മഞ്ഞിനെ ഒക്കെ വകഞ്ഞു മാറ്റി സൈന്യം അതിശക്തമായി രാത്രിയിലും ഇടപെടുകയാണ്. അവരുടെ സാന്നിധ്യം അവിടെ ശക്തമാണ്. എന്തായാലും ഇപ്പോൾ വൈദ്യുതി ആണ് പ്രധാന പ്രശ്നമായി വന്നിരുന്നത്. ഈ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ ആ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായും എത്തിച്ചു എന്ന് KSEB അവകാശപ്പെടുന്നുണ്ട്. തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞുപോയവ നിവർത്തിയും 11 kV വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചു എന്നാണ് KSEB അറിയിക്കുന്നത്. അട്ടമലയിലെ 3 ട്രാൻസ്ഫോമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചു. 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി ഇനിയും എത്തിക്കാനായിട്ടുണ്ട്. ഇതിനോടകം 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പ്രദേശത്താകെ വെളിച്ചമില്ലായിരുന്നു. ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിലൂടെ ശ്രമകരമായി ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടമലയിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് KSEB ആ ശ്രമകരമായ ദൗത്യം നിർവഹിച്ച. ദൃശ്യങ്ങൾ വന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രഷർ റിയാസ്, ആ ദൃശ്യം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ KSEB മേപ്പാടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ നടത്തിയ അശ്രാന്ത പരിശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ചൂരൽമല ടൗണിലെ പ്രകാശ സംവിധാനം പൂർണ്ണമായും സജ്ജമാക്കി എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ KSEB ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. KSEB അക്കാര്യത്തിൽ അഭിനന്ദിച്ചിരിക്കുന്നു. എന്തായാലും രാത്രി ഇരുട്ട് മൂടിയപ്പോൾ വൈദ്യുതിയായിരുന്നു പ്രധാന പ്രശ്നം. ഈ പോസ്റ്റുകളെല്ലാം തകർത്തെറിഞ്ഞാണ് ഉരുളു പൊട്ടി ഒലിച്ചിറങ്ങിയത്. അത് ഏകദേശം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അട്ടമലയിലും അതുപോലെ തന്നെ ചൂരൽമല ടൗണിലെ പ്രകാശ സംവിധാനം സജ്ജമാക്കി കഴിഞ്ഞു എന്ന് KSEB അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. രാത്രി വൈകിയും ഈ ശ്രമം തുടരും. ഇന്ന് പുലർച്ചെ വരെ ഇത് അവസാനിക്കാത്ത പരിശ്രമമാണ്. ഇനിയും ആരെങ്കിലും ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി കൈപിടിച്ചുയർത്തുക. ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടവരെ അവരുടെ മറ്റു കർമ്മങ്ങൾക്കായി, നടപടികൾക്കായി എത്തിക്കുക, ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇന്നും ഈ രാത്രിയും തുടർന്നു പോകുന്നത്. അത് രാത്രി മുഴുവൻ തുടരും. സൈന്യം ശക്തമായി അവരുടെ സംവിധാനങ്ങൾ, അവരുടെ ശ്രമകരമായ ദൗത്യം തുടരുകയാണ്. റിയാസ്, ദൃശ്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, സ്നിപ്പർ ഡോഗ്സ് അടക്കം വരുന്നുണ്ട്. എന്തൊക്കെ സംവിധാനങ്ങൾ ഒന്ന് പുലർന്നു കിട്ടിയാൽ എന്തൊക്കെ സംവിധാനങ്ങൾക്ക് അവിടെ കളമൊരുങ്ങും? ഈ രാവൊന്നു പുലർന്നാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ പാതിരാവിലും തുടരുന്ന ഈ രക്ഷാദൗത്യം.